നമ്മളിന്ന് ചക്കക്കുരു ഈ പച്ചപ്പയറും കൂടെ കറി വയ്ക്കാൻ പോകുന്നത്. ഈ ചക്കക്കുരു ആദ്യം ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് വേവിക്കാം. കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇതൊന്ന് വെന്തിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം. അതായിരുന്നു നമുക്കിതൊന്ന് ചെറുതായിട്ട് ഉടച്ച് വെക്കണം. നല്ലതുപോലെ ഉടയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് പയറിട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, നമുക്കിതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെന്തതിന് ശേഷം അതിൽ പുളി ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ ആയെണ്ണ കേട്ടോ. ഇനി നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ച് കൊടുക്കണം. പുളിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചില ആൾക്കാർക്ക് തോനെ പുളി ഒഴിക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് കുറച്ച് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. ഇത് കുറച്ച് നേരം തിളക്കട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ആയെണ്ണ. നമ്മളിതിൽ തേങ്ങ അരയ്ക്കുന്നില്ല. അത് കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വറുത്തിടണം. നമുക്ക് ഈ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ആയെണ്ണ നമുക്കിനി കൂട്ടാൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ടും വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. നമ്മുടെ കൂട്ടാൻ റെഡിയായിരുന്നു. ചക്കക്കുരു ഇടും കൊണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.